ഓണം അടുത്തു വരുമ്പോഴും മലയാള സിനിമ കിതച്ചു നിൽക്കാൻ കാരണം എന്താണ്? 2024 പിറന്നപ്പോൾ മിന്നുന്ന പ്രകടനമായിരുന്നു. അപ്രതീക്ഷിതമായി നിരവധി ഹിറ്റുകൾ. മഞ്ഞുമൽ ബോയ്സ്, ആടുജീവിതം, ആവേശം, പ്രേമലു, അങ്ങനെ പല ഹിറ്റ് പടങ്ങൾ. പക്ഷേ മലയാള സിനിമാ ലോകം ഇപ്പോൾ കിതപ്പിലാണ്. തുടക്കത്തിലെ മിന്നുന്ന പ്രകടനം നിലനിർത്താൻ പിന്നീടുള്ള മാസങ്ങളിൽ കഴിഞ്ഞില്ല. വിട്ടൊഴിയാത്ത വിവാദങ്ങളും കൂടിയായതോടെ കച്ചവടം നഷ്ടം. ചിങ്ങം പിറന്നിട്ടും കർക്കിടക മഴയിൽ നനഞ്ഞ കോഴിയെപ്പോലെ നിൽക്കുകയാണ് മലയാള സിനിമ. വലുതും ചെറുതുമായ 40-ലേറെ ചിത്രങ്ങളാണ് കഴിഞ്ഞ 3 മാസത്തിനിടെ എത്തിയത്. ഇതിൽ ഗോളം എന്നൊരു ചിത്രം മാത്രമാണ് മുടക്കുമുതൽ തിരിച്ചുപിടിച്ചത്. അതോ പുതുമുഖങ്ങളെ കൊണ്ടുവന്നും മറ്റുമാണ് നിർമ്മാണ ചെലവ് കുറച്ചെടുത്തത്. വയനാട് ദുരന്തത്തിന് ശേഷം തിയേറ്ററുകളിലേക്ക് ആളെത്തുന്നത് നന്നേ കുറഞ്ഞതായി തിയേറ്റർ ഉടമകൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഒട്ടുമിക്ക ചിത്രങ്ങളുടെയും റിലീസ് ദിവസങ്ങളിൽ നിർമ്മാതാക്കൾ തന്നെ കാശ് മുടക്കി ടിക്കറ്റ് വാങ്ങി സൗജന്യമായി വിതരണവും നടത്തി. അങ്ങനെ സിനിമ ഹിറ്റാക്കാൻ നോക്കുന്നു. 19ാമത്തെ അടവ് പുറത്തെടുത്തിട്ടും പഴയ പോലെ കാഴ്ചക്കാരെ കിട്ടുന്നില്ല. കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത വാഴ എന്ന ചിത്രത്തിന് ആദ്യത്തെ ദിവസങ്ങളിൽ മികച്ച കളക്ഷൻ ലഭിച്ചിരുന്നു. അന്നേരമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വരവ്. തിയേറ്ററിൽ ആളുകളുടെ വരവ് സ്വിച്ച് ഇട്ട പോലെ നിന്നു. വരുമാനം കുറഞ്ഞതിനാൽ കടുത്ത പ്രതിസന്ധിയിലാണ് നിർമ്മാതാക്കൾക്കൊപ്പം തിയേറ്റർ ഉടമകളും. അത്യാവശ്യം സൗകര്യങ്ങളുള്ള ഒരു തിയേറ്റർ നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ ദിവസം 8,000 മുതൽ 10,000 രൂപ വരെയെങ്കിലും വരുമാനം വേണം. ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറച്ചാണ് ഇപ്പോൾ പലരും പിടിച്ചു നിൽക്കുന്നത്. ഓണത്തിനിറങ്ങുന്ന ചിത്രങ്ങളിലാണ് തിയേറ്റർ ഉടമകളുടെ പ്രതീക്ഷ അത്രയും. സൂപ്പർ താരങ്ങളുടെ കൃപാകടാക്ഷം കൊണ്ട് രക്ഷപ്പെട്ടാലായി.